السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله ما بعد. വേദിയിലിരിക്കുന്ന വന്യരായ തങ്ങളവറുകൾ, അതുപോലെ തന്നെ ഉലമാക്കൾ, ഉമറാക്കൾ, അതുപോലെ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, യുവാക്കൾ, ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മോമിനിങ്ങളും, അല്ലാഹു തആല നേരത്തെ നടന്ന മഹത്തായ ജലാലിയ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു തരുമാരാകട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാരാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ പ്രത്യേകിച്ചും 2-3 വ്യക്തികളെ അനുസ്മരിക്കപ്പെടുന്ന ഒരു വേദിയും കൂടിയാണ്. വന്യരായ മഹാനായ മർഹൂം അസയ്യിദ് ബാഷാ തങ്ങൾ. വന്യരായ തങ്ങളെക്കുറിച്ച് എന്നെക്കാളേറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വന്യരായ തങ്ങളുടെ ദറജ അല്ലാഹു തആല ഏറ്റിക്കൊടുക്കുമാരാകട്ടെ. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ മേൽനോട്ടക്കാരനായ, ഈ സ്ഥാപനത്തിൻ്റെ മാനേജറും കൂടിയായിരുന്ന വന്യരായ മർഹൂം ഷെരീഫ് സഖാഫി ഉസ്താദ് അവർകൾ, അല്ലാഹു തആല അദ്ദേഹത്തിനക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അദ്ദേഹത്തിനക്ക് സ്വർഗം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാരാകട്ടെ. അദ്ദേഹത്തിൻ്റെ വിടമാങ്ങലിൽ ദുഃഖിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും അദ്ദേഹത്തിൻ്റെ പിഞ്ചോമന മക്കൾക്കും അല്ലാഹു തആല സമാധാനം നൽകുമാരാകട്ടെ, തുണ നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ. അതുപോലെ തന്നെ ഉമറ നേതാക്കളിൽപ്പെട്ട മർഹൂം അസയ്യിദ് അബ്ദുൽ ഖാദിർ ഹാജി അവർകൾ, അല്ലാഹു തആല അദ്ദേഹം ചെയ്ത നന്മകളെല്ലാം കബൂലാക്കി കൊടുക്കുമാരാകട്ടെ. അദ്ദേഹം വലിയ ഒരു ദാനിയും കൂടിയാണല്ലോ. അദ്ദേഹം ചെയ്ത ധർമ്മങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഖബറിൽ നേരാൻ പോക്കാക്കുന്ന ഒരു അമലായി അല്ലാഹു തആല കബൂലിയത്തിട്ട് കൊടുക്കുമാരാകട്ടെ. പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ അറിയപ്പെട്ട സ്ഥാപനമായ ಶಿವಮೊಗ್ಗ ಜಿಲ್ಲೆയിൽ ಪ್ರಸಿದ್ಧ ಸ್ಥಾಪನೆಯಾದ ಮರ್ಕಜು ಸಆದದಲ್ಲಿ ಇದೇ ಬರುವ ಶುಕ್ರವಾರ 13ನೇ ತಾರೀಕಿಗೆ ಗ್ರ್ಯಾಂಡ್ ಸಆದ ಕಾನ್ಫರೆನ್ಸ್ ಸಂಜೆ 6 ಗಂಟೆಯಿಂದ ನಡೆಯಲಿದೆ. ಪ್ರಮುಖ ಸಾದಾತುಗಳು, ಉಲಮಾ, ಉಮರಾಗಳು ಭಾಗವಹಿಸುವ ಬೃಹತ್ತಾದ ಈ ಒಂದು ಕಾನ್ಫರೆನ್ಸಿನಲ್ಲಿ ಎಲ್ಲರೂ ಭಾಗವಹಿಸಬೇಕು. ಅಲ್ಲಾಹು ತೌಫೀಕ್ ನೀಡಲಿ. നമ്മുടെ അറിയപ്പെട്ട സ്ഥാപനമാകുന്ന ಶಿವಮೊಗ್ಗ ജില്ലയിൽ പ്രസിദ്ധമായ സ്ഥാപനമാകുന്ന മർക്കജു സആദ, ആ സ്ഥാപനത്തിന്റെ പ്രചരണാർത്ഥത്തിന് വേണ്ടി, കോൺഫറൻസിന്റെ പ്രചരണത്തിന് വേണ്ടി നേരത്തെ വന്യരായ സാദാത്യങ്ങളും അതുപോലെ തന്നെ ഉലമാക്കളും പ്രവർത്തകന്മാരും ഇവിടെയൊക്കെ പര്യടനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന വെള്ളിയാഴ്ച 13-ാം തീയതി വൈകുന്നേരം നടക്കുന്ന 5 മണി മുതൽ നടക്കുന്ന ബൃഹത്തായ ആ മജ്ലിസിലേക്ക് എല്ലാവരും സംഗമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാരാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ, ഉദ്കുറു മഹാസിന മൗതാക്കും, പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങളിൽ നിന്ന് മരിച്ചു പോയവരുടെ ഗുണങ്ങളെ, നന്മകളെ നിങ്ങൾ എന്താക്കണം, പറയണം, ഓർക്കണം, സ്മരിക്കണം എന്ന്. അതുകൊണ്ട് തന്നെ ജീവിച്ചവരുടെ തിന്മകൾ പറയണം എന്നല്ല അതിൻ്റെ മറുവശത്തിന്റെ അർത്ഥം. ജീവിച്ചവരുടെ തിന്മകൾ പറയുന്നത് കുറ്റകരമാണ് എന്നതിൽ ആർക്കും ഭിന്നഭിപ്രായമില്ല. ഗൈബത്തും കൂടിയാണല്ലോ. ചിലപ്പോൾ ജീവിച്ചിരിപ്പുള്ളവരെ കുറിച്ച് എന്തെങ്കിലും തിന്മകൾ പറഞ്ഞാൽ, അരുതായ്മകൾ നാം പറഞ്ഞാൽ അവരോട് പൊരുത്തപ്പെടിക്കാനുള്ള ചില സന്ദർഭങ്ങൾ നമുക്ക് വന്നേക്കാം. അതേ സമയത്തിൽ മരിച്ചുപോയവരെ കുറിച്ച് തിന്മകൾ പറഞ്ഞാൽ അവരെ പൊരുത്തപ്പെടിക്കാനുള്ള ഒരു അവസരം നമുക്കുണ്ടാവുകയില്ല. മാത്രവുമല്ല, അത് അവരുടെ ആഖിറത്തിനെ ബാധിക്കും എന്നാണ് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഒരിക്കൽ ഇങ്ങനെ ഇരുന്നു കൊണ്ടിരിക്കുന്ന സമയത്തിലാണ് ഒരു ജനാസ വിട്ടുകിടക്കുന്നത്. അതിലൂടെ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഇരിക്കുന്ന ആ സദസ്സിൽ വെച്ചുകൊണ്ട് ഒരു ജനാസ, ഒരു മയ്യത്ത് സംസ്കരണത്തിന്റെ ഭാഗമായിക്കൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസന്നിധിയിൽ വെച്ചുകൊണ്ട് ആ പോകുന്ന മയ്യത്തിനെ കുറിച്ച് പിന്നെ ഒരു വിഭാഗം പറഞ്ഞു, നല്ല കാര്യങ്ങൾ പറഞ്ഞു. നല്ല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വജബത്ത്, നിർബന്ധമായി എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചും കഴിഞ്ഞപ്പോൾ അതിലൂടെ മറ്റൊരു മയ്യത്തും കൂടി വിട്ടുകിടക്കുകയാണ്. ആ സമയത്ത്
സമയത്തിൽ ആ മയ്യത്തിനെ കുറിച്ച് ചില ആളുകൾ പറഞ്ഞു, തിന്മകൾ പറഞ്ഞു, വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു. ആ സമയത്തിലും പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വജബത്ത്, നിർബന്ധമായി എന്ന് പറഞ്ഞു. രണ്ട് മയ്യത്തിനെ കുറിച്ചും വ്യത്യസ്തമായ ഒരു അവസ്ഥ പറയാതെ പ്രതികരിക്കാതെ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വജബത്ത് വജബത്ത്, നിർബന്ധമായി എന്ന് രണ്ട് നിലക്കുള്ള മയ്യത്തിനെ കുറിച്ച് ഒരേ അഭിപ്രായമാണ് പറഞ്ഞത്. പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലയോ പ്രവാചകരെ, രണ്ട് പ്രാവശ്യം ഒരു മയ്യത്തിനെ കുറിച്ച് നല്ലത് പറഞ്ഞപ്പോൾ വജബത്ത് എന്ന് പറഞ്ഞു, മറ്റൊരു മയ്യത്തിനെ കുറിച്ച് തിന്മ പറഞ്ഞപ്പോൾ, വേണ്ടാത്തത് പറഞ്ഞപ്പോൾ വജബത്ത് എന്ന് പറഞ്ഞു. എന്താണ് പ്രവാചകരെ വജബത്ത് എന്ന് പറഞ്ഞാൽ, നിർബന്ധമായി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രവാചകരെ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ഭൂമിയിലെ ആളുകൾ ഒരു മയ്യത്തിനെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ ആ നല്ലതിന്റെ അടിസ്ഥാനത്തിൽ ആ മയ്യത്തിന് അല്ലാഹു തആല സ്വർഗം കൊടുക്കുകയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞു ഞാൻ നിർബന്ധമായി എന്ന് പറഞ്ഞാൽ വജബത്ത് ലഹുൽ ജന്ന, നല്ലത് പറഞ്ഞപ്പോൾ ആളുകൾ ഒരു മയ്യത്തിനെ കുറിച്ച് നല്ലതിനെ പറഞ്ഞപ്പോൾ വജബത്ത് ലഹുൽ ജന്ന, ആ മയ്യത്തിനക്ക് സ്വർഗം നിർബന്ധമായി എന്നാണ്. അതേ സമയത്തിൽ രണ്ടാമത്തെ മയ്യത്ത് പോകുന്ന സമയത്തിൽ ആ മയ്യത്തിനെ കുറിച്ച് തിന്മകൾ പറഞ്ഞപ്പോൾ, വേണ്ടാത്തരങ്ങൾ പറഞ്ഞപ്പോൾ വജബത്ത് ലഹുൻ നാർ എന്ന് പറയാനുള്ള കാരണം ആ മയ്യത്തിനക്ക് നരകം അതുമൂലം നിർബന്ധമായി എന്നാണ്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മരിച്ചവരെ കുറിച്ച് മരിച്ചതിന് ശേഷം അവരുടെ തിന്മകൾ പറയുക എന്നുള്ളത് നമുക്ക് ബാധിക്കുന്നതിന് പുറമെ ആ മയ്യത്തിനേക്കും ബാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ഈ മൂന്ന് വ്യക്തികളെ സ്മരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ ഒരുപാട് നന്മകൾ പറയുവാനുണ്ട്. ആ നന്മകളെല്ലാം നിങ്ങൾക്ക് എന്നേക്കാളും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നാം പാഠം ഉൾക്കേണ്ടത്, മരിച്ചതിന് ശേഷം നമ്മളെക്കുറിച്ച് ആളുകൾ നല്ലത് പറയുന്ന വിധത്തിലുള്ള ജീവിതമായിരിക്കണം നാം ചിട്ടപ്പെടുത്തിയെടുക്കേണ്ടത്. അല്ലാഹു തആല അന്നിലേക്കാക്കി തരുമാറാകട്ടെ. നാം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോട് കൂടെ ഉളൂഓട് കൂടെ നല്ലൊരു സമയത്തിൽ അല്ലാഹു തആല നമ്മെല്ലാവരെയും തിരിച്ചു വിളിച്ച് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ കരം കൊണ്ട് ഏറ്റുവാങ്ങുന്ന ജനാസകളെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. ಯಾರ ಒಬ್ಬರ ಕುರಿತು ಕೂಡ ಯಾವ